നമസ്കാരം, എഡ്യൂഗ്രാസ്പിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കേരള ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ കേരള PSCയുടെ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. 2023 ഡിസംബർ 29 പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഒരുപാട് തസ്തികകൾ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ തസ്തികകളുടെ ഒരു കൂട്ടം തന്നെയാണ്. CPO, അങ്ങനെയുള്ള WCPO, അങ്ങനെ ഒരുപാട് തസ്തികകൾ വിളിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചത്. ഇതെല്ലാം പ്രൊഫൈലിൽ വരും കേട്ടോ. ഇതെല്ലാം പ്രൊഫൈലിൽ ഉടൻ തന്നെ ലഭ്യമാകുന്ന, നമുക്ക് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ വരുന്നത് ായിരിക്കും. അപ്പോൾ ഇത് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതലം കാറ്റഗറി നമ്പർ 566/2023 എന്ന് പറയുന്ന ഒരു തസ്തികയാണ്. വകുപ്പ് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പാണ്. ഉദ്യോഗസ്ഥൻ്റെ പേര് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പഞ്ചകർമ്മ. അപ്പോൾ ഒരുപാട് മെഡിക്കൽ ഫീൽഡ് തസ്തികകളും ഒരുപാട് ഈ വട്ടം ഗസറ്റിൽ വന്നിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ യോഗ്യതായിട്ടുള്ള ഒരുപാട് പേർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ തസ്തിക ഏതാണോ നിങ്ങൾ യോഗ്യരായിട്ടുള്ളത്, അതിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരുപാട് തസ്തികകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ പൊതുമരാമത്ത് വകുപ്പ് 569/2023 പൊതുമരാമത്ത് വകുപ്പിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഉദ്യോഗസ്ഥൻ്റെ പേർക്ക് ആർക്കിടെക്ചറൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന തസ്തിക. ശമ്പളം 55,200 മുതൽ 1,15,300 വരെ പോകാവുന്ന ഒരു തസ്തികയാണ്. അപ്പോൾ അതൊക്കെ അതിന് യോഗ്യരായിട്ടുള്ള, ഇതിൻ്റെ യോഗ്യതയൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, പ്രായപരിധി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമ്മുടെ പ്രൊഫൈലിൽ ലഭ്യമാകുന്നതാണ് ഉടൻ തന്നെ. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കുറച്ച് നോട്ടിഫിക്കേഷനുകൾ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ WCPO, CPOയുടെയൊക്കെ ഒരുപാട് ലിസ്റ്റുകൾ, അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കാറ്റഗറി നമ്പർ 572/2023, കാറ്റഗറി നമ്പർ 574/2023. വകുപ്പ് പോലീസാണ്, കേരള സിവിൽ പോലീസാണ്. ഉദ്യോഗസ്ഥൻ്റെ പേര് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, SI ട്രെയിനിയിലേക്ക് ആളെ ക്ഷണിച്ചിരിക്കുകയാണ്. 45,600 മുതൽ 95,600 വരെ വരുന്നൊരു സ്കെയിലാണ്. പ്രതീക്ഷിത ഒഴിവുകളാണ്. ഒഴിവുകൾ ആ സമയത്ത് രേഖപ്പെടുത്തുന്നതാണ്. അപ്പോൾ അതിൻ്റെ യോഗ്യതയും അടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ, ബിരുദം മസ്റ്റ് ആയിട്ട് വേണം. അപ്പോൾ അതൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിനർഹരായിട്ടുള്ളവർക്ക് അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ കായികക്ഷമത എല്ലാം എത്രയാണ്, അതിൻ്റെ ഉയരം എങ്ങനെയാണ്, കാര്യങ്ങളെന്നെല്ലാം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത കാറ്റഗറി നമ്പർ 575/2023, 576/2023. വകുപ്പ് പോലീസാണ്. ആംഡ് പോലീസ് ബറ്റാലിയൻ, ആംഡ് പോലീസ് APB ആണ്. ഉദ്യോഗസ്ഥൻ്റെ പേര് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി, SI ട്രെയിനിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ശമ്പളം 45,600 മുതൽ 95,600 വരെ പോകാവുന്ന ഒരു സ്കെയിലാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഗസറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 583/2023 നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അപ്പോൾ 31,100 മുതൽ 66,800 വരെയാണ് ശമ്പളം വരുന്നത്. ഒഴിവുകളുടെ എണ്ണം സംസ്ഥാന തലമാണ് 35 ആണ്. അത് കൂടാം. ആ സമയത്ത് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ്. പ്രായപരിധിയൊക്കെ കൊടുത്തിട്ടുണ്ട്. 20 വയസ്സ് മുതൽ 41 വയസ്സ് വരെയാണ്. നേരിട്ടുള്ള നിയമനമാണ്. വിദ്യാഭ്യാസ യോഗ്യതകളും അതുപോലെ കൊടുത്തിട്ടുണ്ട്. CPയുടെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ തത്തുല്യതാ പരീക്ഷ വിജയിച്ചിരിക്കണം. ഇതൊക്കെയാണ്. അതുപോലെ തന്നെ അതിനെന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളതും അതിൻ്റെ ശാരീരിക യോഗ്യതകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 584/2023 നമ്മുടെ WCPO വനിതാ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് 31,100 മുതൽ 66,800 വരെ പോകാവുന്ന ഒരു ശമ്പളമാണ്. അപ്പോൾ പോലീസ് തസ്തിക തന്നെ ഒരുപാട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇതിന് യോഗ്യരാണെങ്കിൽ തീർച്ചയായും അപ്ലൈ ചെയ്യുക. നമ്മുടെ ചാൻസുകൾ നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ ഈ 2024 എന്ന് പറയുന്നത് നമുക്കൊരു നല്ലൊരു വർഷമായിരിക്കട്ടെ. കാരണം ഈ പരീക്ഷകൾ ഇത്രയും നമുക്ക് നേടാൻ കഴിയട്ടെ. അതുപോലെ തന്നെ നമ്മുടെ LDC അതുപോലെ തന്നെ ഡിസംബർ 30 LPUPയുടെ പ്രസിദ്ധീകരണം വരുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നൊരു അവസരമാണ്. തീർച്ചയായും നമ്മുടെ അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഈ 2024 നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടുന്നൊരു വർഷമായി മാറട്ടെ. അപ്പോൾ നമ്മുടെ ഈ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്നും നോട്ടിഫിക്കേഷനും അതുപോലെ ഇതുപോലുള്ള അറിയിപ്പുകൾ മുന്നറിയിപ്പായിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. കൃത്യമായ നോട്ടിഫിക്കേഷനുകൾ എന്ത് വന്നാൽ തന്നെ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.